തമസോമ ജ്യോതിർഗമയ അസതോമ സദ്ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. അത് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കിടെക്ട്സ്, എൻ്റെ സഹോദരൻ കൂടിയായ നിതിൻ തോമസ് അലക്സ് അമ്പശ്ശേരി, സഹപ്രവർത്തക ആർക്കിടെക്ട് അഞ്ജു, അതോടൊപ്പം തന്നെ രണ്ട് കൂട്ടരുടെയും ബന്ധുമിത്രാദികൾ, ഒരുപാട് ആർക്കിടെക്ട്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഗുരുഭൂതർ, സ്നേഹമുള്ളവരെ, ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ജ്ഞാനിയായ ഒരു വ്യക്തി പാറമേൽ തൻ്റെ വീട് പണിയുന്നു, മൂടൻ മണലിൻ്റെ പുറത്ത് മണലാരണ്യത്തിൽ വീട് പണിയുന്നു. അപ്പം ജ്ഞാനിയായ മനുഷ്യൻ ചെയ്ത അതേ ചിന്ത പോലെ തന്നെ എൻ്റെ സഹോദരൻ കൂടിയായ നിതിൻ തോമസ് അലക്സും സഹപ്രവർത്തക അഞ്ജു കൂടി ചേർന്ന് ഈ മഹത്തായ ഒരു സംരംഭം ഇന്നിവിടെ ഈ പാറമേൽ ജ്ഞാനത്താൽ ഇത് പണിത് ഉയർത്തിയിരിക്കുക. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം, ഈ മഹനീയ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ടുപേരെയും, അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റാഫ് അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഈ സംരംഭത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സർവേശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവര് ഉന്നത പടവുകളിലേക്ക് ഇന്ത്യ ഒട്ടാകെ, ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ആർക്കിടെക്ട്സ് മായി മാറട്ടെ എന്ന ഈ അവസരത്തിൽ ആശംസിക്കുന്നു. എല്ലാവിധമായ ഈശ്വരാനുഗ്രഹവും അതോടൊപ്പം തന്നെ അവർക്ക് നേർന്നുകൊണ്ടും, ഇത് നമുക്കറിയാം, ഓരോ ആർക്കിടെക്ട്, മുഗൾ ആർക്കിടെക്ട്, നമ്മുടെ പൈതൃകമായ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ആർക്കിടെക്ട്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കണ്ട് പഠിച്ച് കാണുന്നവരാണ്. അപ്പം ഇവർക്ക് ഇവരുടേതായ മേഖലയിൽ, ഇവരുടേതായ ഒരു സംരംഭത്തിൽ, ഇവരുടേതായ രീതിയിൽ അത് കൊണ്ടുവരുവാനും ഈ നാടിനും നാട്ടുകാർക്കും ഈ രാജ്യത്തിനും സംസ്ഥാനത്തിനും എല്ലാം പ്രയോജനമായിട്ട് തീരുവാനും സർവേശ്വരൻ ഒരു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞങ്ങളെ വിളിച്ച് കൂട്ടിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് അഞ്ജുവിൻ്റെ അച്ഛൻ, അമ്മ, അമ്മുമ്മ, എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം നിതിൻ്റെ അമ്മ മിനി അമ്മയോടുണ്ട്. എൻ്റെ ബന്ധുത്വം അറിയാമല്ലോ, നിതിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് ഞാൻ. മാറിയാനസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുവാൻ സാധിച്ചതിൽ നന്ദി അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.